ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ദില്ലിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് നുസ്രത് ജഹാൻ മത്സരിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. NDA മുന്നണിയിലെ ഘടകകക്ഷിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. ദില്ലിയിൽ കേന്ദ്രമന്ത്രി രാംദാസ് അത്താവലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നുസ്രത് ജഹാൻ മത്സരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രാംദാസ് അത്താവലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റും നരേന്ദ്രമോദി മന്ത്രിസഭയിലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ ഇതോടെ രംഗത്ത് ഇറക്കുകയാണ്. നുസ്രത് ജഹാൻ കോഴിക്കോട് സ്വദേശിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയായ വനിതാ നേതാവാണ്. വയനാട്ടിലെ നുസ്രത് ജഹാന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ദില്ലിയിൽ നിന്നും കേന്ദ്രമന്ത്രി രാംദാസ് അത്താവലെ നടത്തുന്നത് കാണാം. ദൃശ്യങ്ങളിലേക്ക്. Nusrat Jahan, she is the National Vice President of Republican Party of India, RPI. She is originally from Kerala. She is also running with many NGOs also. She is also a very active lady in all over Kerala. And Wayanad constituency is also very famous constituency. Rahul Gandhi is the member of parliament from that Wayanad constituency in Kerala. And Republican Party of India is decided to give the ticket to Nusrat Jahan. Thank you, sir. Wayanad, and she will be contest the election on the ticket of RPI against Rahul Gandhi. Because Rahul Gandhi is also attacking the Narendra Modi ji. Therefore, only for the attack on the Rahul Gandhi, Yes. I have take the decision. Nusrat Jahan is also a very active lady, and she will fight against Rahul Gandhi ji. And I am very happy to give the ticket to Nusrat Jahan in Wayanad, and definitely she will be very active. She is also a very active lady, and I am appeal to all the people from the Wayanad. Nusrat Jahan is a very active lady, very famous lady in Kerala. Therefore, you vote her, and she will be win in Wayanad, as like as Smriti Irani win in Amethi last 2019, and Smriti Irani defeated Honorable Rahul Gandhi ji, as like as Smriti Irani, Nusrat Jahan will be defeat Rahul Gandhi in Wayanad. And therefore, I appeal to all the people who vote Nusrat Jahan. Thank you very much. Jai Bhim, Jai Bharat, Jai Kerala. ഇതുമായി ബന്ധപ്പെട്ട നുസ്രത് ജഹാന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വയനാട് മത്സരിക്കാൻ തന്നോട് നിർദ്ദേശിച്ചതായും വയനാട്ടിലേക്ക് ഉടൻ താൻ എത്തുമെന്ന് നുസ്രത് ജഹാൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. വയനാട് മണ്ഡലത്തിൽ വികസനോന്മുഖ കേരളത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുക എന്ന ആ ഒരു ദൗത്യം ഏൽപ്പിച്ചു. പുതിയ ഒരു വയനാടിന് വേണ്ടി, വികസനോന്മുഖ കേരളത്തിന് വേണ്ടി, NDA സർക്കാരിന് വേണ്ടി ഞാനും എന്റെ സഹപ്രവർത്തകരും ഇനി വയനാട്ടിലേക്കെന്നും നുസ്രത്ത് പറയുന്നു. NDAയുടെ ഘടകകക്ഷി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്തിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെയും കേന്ദ്ര BJP നേതൃത്വത്തിന്റെയും അറിവോടെയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം കേന്ദ്രമന്ത്രി തന്നെയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി രാജീവ് മേനോൻ ഉൾപ്പെടെ ഉള്ളവർ നാഷണൽ എക്സിക്യൂട്ടീവിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.